ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹലോ എവ്രിവൺ. ആക്ച്വലി നമ്മളെ ക്രിസ്മസ് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ ഇരിക്കുകയാണ്, സെറ്റാണ്. പക്ഷേ ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. അതിന് മുൻപ് ഈ ഒരു എക്സാം കഴിയുമ്പോഴേക്കും അടുത്ത എക്സാം നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. മോഡൽ എക്സാം ആണ് ഫെബ്രുവരി 16-ാം തീയതി. അപ്പോൾ ചില കുട്ടികളുണ്ടായിരിക്കും എക്സാമിൻ്റെ ടൈം ടേബിൾ വരട്ടെ എന്ന് കരുതിയിട്ട് കാത്തിരിക്കുന്നവർ. ആക്ച്വലി ഓൾറെഡി നമ്മുടെ എക്സാമിൻ്റെ ഈ ഒരു ടൈം ടേബിൾ വന്നു കഴിഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഒരു ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ക്രിസ്മസ് എക്സാമിലുള്ള പാറ്റേണിലുള്ള, അല്ലെങ്കിൽ പാറ്റേൺ നമ്മൾ ഓൾറെഡി നമ്മുടെ ഓണം എക്സാമിന് കിട്ടിയത് കൊണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മാറ്റം എന്ന് പറയുന്നത്, പൊതുവെ ക്രിസ്മസ് എക്സാമിനുള്ള ആ ഒരു സിലബസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. ഓണം എക്സാമിനുള്ള സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അതുമാത്രമല്ല, പുതിയൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിസ്മസ് എക്സാമിന് നമുക്ക് SSLC സ്റ്റുഡൻസിന് തന്നിട്ടുമില്ല, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കൊരു 3 സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ SCERT ഓൾറെഡി തന്നിട്ടുണ്ട് നമ്മുടെ ആനുവൽ എക്സാമിന്. അത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒന്നാമത്തെ ചാപ്റ്ററിനും അവസാനത്തെ ചാപ്റ്ററിനും ഈക്വൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സെയിം ലെവലിൽ നമുക്ക് വെയിറ്റേജ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അടിപൊളിയായിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സമയം മാറ്റി വെക്കുക. 1, 2 അല്ലെങ്കിൽ 2, 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയം സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ പാരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരോട് അറിയിക്കുകയും ചെയ്യുക, ഈ ഒരു സമയത്ത് എനിക്ക് മറ്റൊരു ഡ്യൂട്ടീസ് തരും. ചിലപ്പോൾ നമുക്ക് തന്നെ പറയാൻ മടി ഉണ്ടാവും, ഞാൻ ഭയങ്കര പഠിപ്പിച്ചാന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് എന്നെ കൺവിൻസ് ചെയ്യുക. അതൊന്നും നോക്കണ്ട, അവരോട് കൺവിൻസ് ചെയ്ത് പറയുക, ഈ ഒരു സമയത്ത് എന്നെ മറ്റൊരു കാര്യത്തിന് വിളിക്കരുത്. പാരൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ SSLC ആണ്, അപ്പോൾ നല്ല രീതിയിൽ മാർക്ക് വാങ്ങണം. അതുമാത്രമല്ല, നമ്മുടെ എൻഡ് ഗെയിം ബാച്ച്, സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള റിവിഷനാണ് ഈ ഒരു എൻഡ് ഗെയിം ബാച്ച് കൊണ്ട് ഉദ്ദേശം. എസ്പെഷ്യലി നമ്മുടെ SSLC സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോവുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇനി വരുന്ന ആനുവൽ എക്സാമിന് ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കൂടാതെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സും തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് ഇതിനുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനൊരു 15% ഓഫർ നിങ്ങൾക്ക് കിട്ടും. ആക്ച്വലി നമ്മുടെ ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. NY15 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താക്കാം, ഈ ഒരു ഓഫർ കരസ്ഥമാക്കാം. കൂടാതെ ഈ വരുന്ന ഡിസംബർ 31 ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സൈലം എന്താക്കുന്നുണ്ട്, ഒരു ഗിവ് അവേ ആയിട്ട് ഒരു 5 സ്മാർട്ട് വാച്ച് കൂടി ഗിവ് അവേ നൽകുന്നുണ്ട്. സോ അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. മാത്രമല്ല, ഇന്ന് രാത്രി നമുക്കൊരു സക്സസ് സെലിബ്രേഷൻ ഉണ്ട്. ആ ഒരു സെലിബ്രേഷനിൽ ധാരാളം പ്ലാൻസും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള കൺസേണുകളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ സക്സസ് സെലിബ്രേഷനും മിസ് ചെയ്യരുത്, അതുപോലെ തന്നെ ഈ ഒരു ഓഫറും മിസ് ചെയ്യരുത്. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് ഫുൾ A+ തന്നെ നേടാം. ഓൾ ദി ബെസ്റ്റ്.